അവര് തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് മീരയ്ക്ക് നല്ല സംശയമുണ്ട്. അവള് നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ? രണ്ടുപേര് മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട ഒറ്റ നോട്ടത്തിൽ അവര് തമ്മിലുള്ള ബന്ധം ഏത് ടൈപ്പാണെന്ന് വായിച്ചെടുക്കാൻ പറ്റും. അതും ഇപ്പൊ എനിക്ക് വലിയൊരു തലവേദനയായി. ട്രീറ്റ്മെന്റിന് വിടുമ്പോ ദേവിക കൂട്ടത്തിൽ പോകേണ്ടി വരുമല്ലോ. കുറച്ചു ദിവസം ഇവിടുന്ന് മാറി നിൽക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കണം. അവളെ ഇവിടുന്ന് എന്നേക്കുമായി ഔട്ടാക്കാനുള്ള ഒരു പ്ലാൻ റെഡിയാക്കിയേ പറ്റൂ. ഒന്നും പറയണ്ട സിദ്ധു. കൺവെൻഷൻ സെന്ററിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് ഓടിപ്പിടിച്ച് വന്നതാ. ഇപ്പൊ തന്നെ തിരിച്ചു പോണം. നല്ല തിരക്കാണ്. ഇതിനിടയ്ക്ക് തന്നെ കാണാനൊന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. താനിങ്ങനെ കിടന്നാ മതിയോ? ദേവിയെ വിളിച്ചിട്ട് വന്നിട്ട് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. താനൊന്ന് വേഗം പഴയതുപോലെ ആയാലേ ഇവരുടെ ജീവിതം ഒരു കരക്കെത്തിക്കാൻ പറ്റൂ. ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അധികമൊന്നും വൈകില്ല. അച്ഛൻ പഴയതിനേക്കാളും എനർജിയിൽ തിരിച്ചു വരും, അല്ലേ അച്ഛാ? സിദ്ധുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ദേവികയാണ്. ആ ഒരു കോൺഫിഡൻസ് ചോർന്നു പോരുത്. ദേവിക വിചാരിച്ചാലേ സിദ്ധുവിന് വേഗം തിരിച്ചു വരാൻ സാധിക്കൂ. ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ. ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ തമ്മിൽ ഇത്രയ്ക്കും ഡീപ്പായ ഒരു ആത്മബന്ധമുണ്ടായെന്ന് എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അത് വലിയൊരു അതിശയം തന്നെയാണ്. ദേവികയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നു. എന്തേ, സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല സർ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഖം വല്ലാതിരിക്കുന്നു. ഇല്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല സർ. പ്രഭ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? ചെയ്യാതിരിക്കില്ല, വലിയ ധാർഷ്ട്യക്കാരിയാ. അതൊന്നും കേട്ട് മനസ്സ് തളർന്നു പോരുത്. പല കാര്യങ്ങളിലും നിന്നേക്കാൾ കൂടുതൽ നന്ദൻ അനുഭവിക്കുന്നുണ്ട്. അതൊന്നും അത്ര കാര്യമായിട്ടെടുക്കണ്ട. ആ, ദേവിയുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാ? അവരൊക്കെ വിളിക്കാറുണ്ടോ? അവിടെ ആകെ പ്രശ്നമാ. ശാരിയുടെ കല്യാണോ നാളെ. കല്യാണോ? അവക്ക് ഈ കല്യാണം നടന്ന മരിക്കുന്നതിന് തുല്യമാ. അപ്പോ കല്യാണം അവളുടെ സമ്മതം ഇല്ലാതെയാണോ? അച്ഛനും അമ്മയും ഷാരിയും എല്ലാം ആ കൊള്ളപ്പലിശക്കാരൻ കാർത്തികന്റെ വീട്ടില് ഔദാര്യത്തിലാ കഴിയുന്നത്. അച്ഛന്റെ പ്രായം കാണും അയാൾക്ക്. അയാളാ ഷാരിയെ നാളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്നിട്ടും അത് സമ്മതിച്ചു കൊടുക്കുന്നത് എന്തിനാ? പറ്റില്ല എന്ന് പറയാൻ അവിടെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരാ ഞങ്ങള്. കല്യാണം നടന്ന പിന്നെ അവള് ജീവിച്ചിരിക്കില്ല. ആശ്രയമില്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചല്ലേ പറ്റൂ. മോളെ, എന്താ വേണ്ട? നേരം വെളുക്കം വരെ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
എവിടെന്നെങ്കിലും ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്താനുള്ള വഴിയായിട്ട് വരുമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇല്ലല്ലേ? മോളെ, ഇന്നു മുതൽ ഞാൻ കാർത്തികേയന്റെ ഭാര്യയാണോ? എനിക്കതിന് പറ്റൂ അമ്മ? രാവിലെ മുതൽ ആ ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു. മോളെ, ഇല്ലെന്ന് തന്നെയാ മനസ്സ് പറയുന്ന. പിന്നെ 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 എന്ത് ചെയ്യും? ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ വലിയ വീടാണെന്നാ കേട്ടെ. എന്തിനു കുറെ ബാല്യക്കാരൊക്കെ ഉണ്ടത്ര. അവിടെ ഇതുപോലെ സദാസമയം കാവലായിരിക്കോ? നീ എന്തൊക്കെ പറയുന്നത്? ആലോചിച്ചതാ. ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് കളയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും എനിക്ക് അവിടെ ഉണ്ടാവോ അമ്മേ?